പാലും പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. നമ്മൾ സാധാ കടയിൽ കിട്ടുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അതെടുത്താലും മതി, ഇല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമായാലും മതി. ഞാനിവിടെ 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കിതിന് പകരം പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഞാൻ നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വിലയുള്ള ഈന്തപ്പഴം വെച്ച് ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല കേട്ടോ. സാധാ ലോക്കൽ കടയിൽ കിട്ടുന്ന ആ വില കുറഞ്ഞ ഈന്തപ്പഴം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. കാരണം ഞാൻ അത് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 വലിയ ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതൊന്ന് അരച്ച് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാവില്ല, അത് കഴിക്കുന്ന ഇതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നമുക്കിതിൽ മൊത്തമായിട്ടൊരു 3 സ്പൂൺ നെയ്യൊക്കെ വേണ്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കശുവണ്ടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1-2 കുഞ്ഞു പീസ് ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഇതൊന്ന് വെന്ത് ഡ്രൈ ആയിട്ട് വരണം. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. അത്രയും നേരം നമ്മളിത് വഴറ്റിയെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും നേരമൊന്നും വേണ്ട ഇത് ചെയ്യാൻ. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് കളറിലേക്കും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിനകത്തോട്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന് ശരിക്കും 3 സ്പൂണൊക്കെ നെയ്യ് ആവശ്യം വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് നെയ്യിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഇങ്ങനെ കഴിക്കുമ്പോൾ നെയ്യിൻ്റെ നല്ലൊരു കുത്തലുണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കളറൊക്കെ മാറി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത്, നന്നായിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ ഒരു ഈന്തപ്പഴത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വറ്റിച്ച് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്ന് പാനിൽ നിന്ന് ഇളകി തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഞാൻ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എനർജി സ്വീറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈന്തപ്പഴവും നെയ്യൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അരക്കുന്ന സമയത്ത് ഏലക്ക ചേർക്കണമെന്നില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയി പാനി നല്ല വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓൾറെഡി നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പാനിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. പാൻ അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റ് എടുത്താലും മതി. അതിൽ നല്ലോണം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇതിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മേൽഭാഗത്തു നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴും നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതേ ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.